അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമാനുശാസനകൾ കഴിയും വിധം പരമാവധി ജീവിതത്തിൽ പകർത്താൻ ബോധപൂർവം പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രൊഫക്സൽ എന്ന ശ്രദ്ധേയമായ ഒരു നന്മക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. ഇവിടെ ജംഷീർ ഫാറൂഖി സൂചിപ്പിച്ചതുപോലെ നമ്മെക്കുറിച്ച് അറിയാൻ, നമ്മൾ ആരെന്നറിയാൻ, നമ്മളെ എന്തിനാണ് പടച്ചറബ്ബ് സൃഷ്ടിച്ചത് എന്നറിയാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തെന്നറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ചിന്തകളിലേക്കുള്ള ഒരു ചുവടുവെപ്പിലൂടെയാണ് പ്രൊഫക്സലിൻ്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, നമ്മുടെ മനസ്സിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരും. അതിലേറ്റവും മൂർച്ചയേറിയ ഒരു ചോദ്യമാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തന്നെ പുറത്തു വരുന്ന ചോദ്യം: ആരാണ് ഞാൻ? ഞാൻ ആരാണെന്നുള്ള മൂർച്ചയുള്ള ചോദ്യം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവനവനെ അറിയാൻ നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം നമ്മൾ എന്തിനാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്, എവിടെ നിന്നാണ് നമ്മൾ വന്നത്, കൂടാതെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ 4 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ജന്മം കൊള്ളാറുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആരാണ് ഞാൻ എന്ന ചോദ്യമാണ് ഏറ്റവും ശക്തമായ മൂർച്ചയുള്ള ഒരു ചോദ്യം. ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ച് നമ്മൾ യാത്ര തുടരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഒരു മൂലയിൽ, ഒരു കോർണറിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ, ഇതിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എത്രയെത്രയോ നിസ്സാരന്മാരാണ് നമ്മളെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അത്ഭുത കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു പോകാം. കാരണം ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് അത്ഭുതകരമായൊരു പൊട്ടിത്തെറിയിലൂടെയാണ് ഈ മഹാപ്രപഞ്ചം തന്നെ ഉണ്ടായി വന്നിട്ടുള്ളത്. ഇന്ന് ശാസ്ത്രലോകം ഈ വസ്തുതകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മഹാത്ഭുതത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ശ്രദ്ധേയമായ വർത്തമാനം നമുക്ക് കേൾക്കാം. وجعلنا من الماء كل شيء حي أفلا يؤمنون. ഈ മഹാപ്രപഞ്ചം أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. ഒരു മഹാപൊട്ടിത്തെറിയിലൂടെയാണ് ഈ കാണുന്ന മഹാപ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന പരമയാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് ശാസ്ത്രലോകം ഈ വസ്തുതകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിലും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായി, ഇത്രമേൽ സൂക്ഷ്മമായി ഈ മഹാത്ഭുതത്തെക്കുറിച്ച് വർത്തമാനം പറയാൻ
വിശുദ്ധ ഖുർആനിന് കഴിഞ്ഞത്, അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമായത്? അറബികൾക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് ഈ മഹാത്ഭുതത്തെക്കുറിച്ച് പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് സാധ്യമായത്? ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന പടച്ചറബ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്വന്തം ഭൂമിയെക്കുറിച്ചും അള്ളാഹു പറയുന്നു. സൂറ നബയിൽ അള്ളാഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. ഈ ഭൂമിയെ അള്ളാഹു നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി ഒരു തൊട്ടിലെന്നോണം. ഒരു കുട്ടിക്ക് എത്രമേൽ സുരക്ഷിതമാണോ ഒരു തൊട്ടിൽ, അതേപോലെ ഈ ലോകത്ത് വസിക്കുന്ന മനുഷ്യരായ നമുക്ക് അത്രമേൽ സുരക്ഷിതമായ രീതിയിലാണ് പടച്ചറബ് ഈ മഹാപ്രപഞ്ചത്തെ, നമ്മുടെ ഭൂമിയെ നമുക്കായി ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മയും കൊണ്ട് ഭൂമി ഇളകി മറിഞ്ഞു പോവാതിരിക്കാൻ വൽജിബാല ഔതാദ, ആണികളാക്കിയിരിക്കുന്നു ഈ പർവ്വതങ്ങളെ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ശ്രദ്ധേയമായ വരികൾ ലോകം കേൾക്കുകയാണ്. ഇന്നാണ് ഭൂമി എത്രമേൽ നമുക്ക് തൊട്ടിലാണ്, എത്രമേൽ നമുക്ക് സുരക്ഷിതമാണ്, എത്രമേൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമാണ്, എത്രമേൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് സഹായകമാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമാണ് പർവ്വതങ്ങൾ, മലകൾ എന്ന് ഇന്നാണ് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അള്ളാഹു നമുക്കൊരുക്കി തന്ന വല്ലാത്ത സൗഭാഗ്യമാണ് ഈ ഭൂമിയുടെ സംവിധാനം. ഇതിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വരണ്ടുണങ്ങിയ ഭൂമിയെ നമുക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും പച്ചിപ്പുകൾ നൽകി, വൃക്ഷലതാദികൾ നൽകി, ഫലവർഗ്ഗങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയാണ്. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യസ്മഊൻ. വരണ്ടുണങ്ങിയ ഭൂമിയെ നമുക്ക് വേണ്ടി മഴ നൽകി അള്ളാഹു ജീവിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മഴക്കാലവും വേനൽക്കാലവും അനുഭവിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ചുറ്റുമുള്ള ചെടികളും മരങ്ങളും വേനൽക്കാലത്ത് ആകെ ഉണങ്ങി വരണ്ട് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് ഇലയെല്ലാം പോയി ഒരു മൊട്ടൻ വടിയായി മരമായി നിൽക്കുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൺമുന്നിലുള്ള പാടത്ത് പോലും നമ്മൾ ഇറങ്ങുമ്പോൾ ഉണങ്ങി വരണ്ട് വിണ്ട് കീറി ഉള്ള കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കാണാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നോണം ഒറ്റ മഴയിലൂടെ നമ്മുടെ മനസ്സിന് വല്ലാത്ത തണുപ്പും കണ്ണിന് വല്ലാത്ത നല്ല കാഴ്ചകൾ നൽകിക്കൊണ്ട് നല്ല പച്ചിപ്പുകൾ, നല്ല നല്ല കാഴ്ചകളിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുകയാണ്. ഇത് അത്ഭുതമല്ലാതെ മറ്റെന്താണ്? മരിച്ച നമ്മെ രണ്ടാമത് പടച്ചറബിന് സൃഷ്ടിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് അള്ളാഹു ഒരൊറ്റ മഴയിലൂടെ ചത്ത് കിടക്കുന്ന ഭൂമിയെ, നിർജീവമായ ഭൂമിയെ ജീവസുറ്റതാക്കുന്നത് പോലെ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാലും രണ്ടാമത് നമ്മളെ പടച്ചറബിന് പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ ഈ വരികളെന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ലോകത്ത് ഒരുപാട് ജന്തുജീവ വർഗങ്ങളുണ്ട്. നമുക്ക് ചുറ്റും നമ്മൾ എണ്ണ നോക്കുകയാണെങ്കിൽ അത് സാധ്യവുമല്ല. في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. ഈ ആയത്ത് മനസ്സ് തുറന്നൊന്ന് വായിച്ചാൽ നമ്മുടെ കണ്ണ് നിറയും, നമ്മുടെ കൽബൊന്ന് പടയും. അള്ളാഹുവിൻ്റെ ഈ വല്ലാത്ത വരികളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകും. അള്ള പറയാണ്, ഈ ദുനിയാവിലെ എന്തൊരു ജന്തുവും ഏതൊരു ജീവിയും അള്ള സൃഷ്ടിച്ച എന്തൊന്നാകട്ടെ, അത് കടലിലാകട്ടെ, കരയിലാകട്ടെ, ആകാശലോകത്ത് വട്ടമിട്ട് പറക്കുന്നതാകട്ടെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നതാകട്ടെ, കാണാത്തതാകട്ടെ, അത്ഭുതമാണ് അള്ളാഹു അവയെല്ലാം പരിപാലിക്കുന്ന രംഗങ്ങൾ. അവക്കുള്ള റിസ്ക്കൊക്കെ അള്ള നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. കുല്ലും ഫീ കിതാബിൻ മുബീൻ എന്നാണ് അള്ള പറഞ്ഞത്.
അള്ളാഹുവിൻ്റെ രേഖയിൽ വ്യക്തമായുണ്ട് ഓരോന്നും. ഒരു ഉറുമ്പ്, ഒരു പഞ്ചസാരയുടെ തരി, അതിൻ്റെ രുചി ഒന്ന് അതിൻ്റെ നാവിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുണ്ടിൽ വെക്കുമ്പോൾ അതുവരെ എല്ലാം. അങ്ങനെ ലോകത്തെ സകല ജന്തുജീവവർഗങ്ങളെയും സൃഷ്ടിച്ച പടച്ചറബ്, അതിലൊരു സൃഷ്ടിവർഗമായ മനുഷ്യൻ എന്ന നിലയിൽ നമ്മെ എത്രമേൽ ആദരവോടുകൂടെയാണ്, എത്രമേൽ പരിഗണനയോടുകൂടെയാണ് പടച്ചറബ് സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ വരികൾ ആ രംഗത്ത് ശ്രദ്ധേയമാണ്. من آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون. വരണ്ട വിണ്ടുകീറിയ ഭൂമിയെ നമ്മൾ കണ്ടു. ഈ മണ്ണിൽ നിന്ന് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കുകയാണ്. എങ്ങനെയാണ് അള്ളാഹു, ഏത് രീതിയിലാണ് ആദിപിതാവായ ആദമിനെ സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹുവിൻ്റെ വർത്തമാനം. തുറാബിൽ നിന്ന് അള്ളാഹ് സൃഷ്ടിച്ചു എന്നാണ്. എങ്ങനെയായിരിക്കും പടച്ചറബ് അള്ളാഹു നമ്മുടെ ഉപ്പാനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? നമ്മുടെ ശരീരത്തിൽ ഒരു വടി കൊണ്ടടിച്ചാൽ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന ഒന്ന് നമ്മുടെ കയ്യിൽ കാണുന്നില്ല, നമ്മുടെ മേലെ കാണുന്നില്ല. പക്ഷേ മണ്ണിൽ നിന്നാണ് നമ്മുടെ സൃഷ്ടിപ്പ്, മാനവരാശിയുടെ സൃഷ്ടിപ്പ് ഈ മണ്ണിൽ നിന്നാണ്. ഈ മണ്ണിൽ നിന്ന് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിലേക്ക് തന്നെ നമ്മൾ മടങ്ങി പോകേണ്ടവരാണ്. ഈ മണ്ണിൽ അലിഞ്ഞു ചേരേണ്ട ശരീരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. ഈ ഒരു ബോധ്യമുണ്ടാകുമ്പോൾ നമുക്കെങ്ങനെയാണ് അഹങ്കരിക്കാനാവുക? മണ്ണിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച പടച്ചറബ് ഏറ്റവും അത്ഭുതകരമായാണ് നമ്മെ വാർത്തെടുത്തിട്ടുള്ളത്. لقد خلقنا الإنسان في أحسن تقويم. ഈ അഹ്സൻ എന്ന പ്രയോഗം, അറബി ഭാഷയിലെ പ്രയോഗം അറിയാവുന്നവർക്കറിയാം. നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്നാണ് പറയുക. അള്ളാഹു കബീർ എന്ന് പറയാറില്ല. കബീർ പറഞ്ഞാൽ വലുതേ എന്നർത്ഥമുള്ളൂ. അക്ബർ എന്ന് പറഞ്ഞാൽ വലുതിൻ്റെ ഏറ്റവും ഉന്നതാവസ്ഥയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറെ വലിപ്പമുള്ള ഒന്നില്ല. അതാണ് അറബി ഭാഷയിലെ അക്ബർ. അതേപോലെ അള്ളാഹ് പറയാണ്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചത് അഹ്സനി തഖ്വീം എന്ന്, ഏറ്റവും നല്ല ഘടന. ചെറിയ നിസാര ഘടനയല്ല, ഉണ്ടാക്കാവുന്നതിൻ്റെ ഏറ്റവും ഉന്നതം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയാം? മലയാളത്തിലൊക്കെ നമ്മൾ പറയും ആ ഔന്നത്യത്തിൻ്റെ പരമകാഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കാം. നമുക്ക് മലയാളത്തിൻ്റെ മാക്സിമം പ്രയോഗത്തിൽ നിൽക്കും നമ്മളവിടെ. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രയോഗം അഹ്സൻ എന്നാണ്. നമ്മൾ എത്ര അങ്ങോട്ട് പോയാലും അതിനേക്കാൾ ഉന്നതമായ തലങ്ങളിലാണ് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും വാർത്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഉപ്പാനെ, ഉമ്മാനെ, നമ്മെ, നമ്മുടെ ഇണകളെ, നമ്മുടെ പൊന്നു മക്കളെ പോലും ഏറ്റവും നല്ല ഘടനയിൽ അള്ളാഹു വാർത്തെടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനത്തെക്കുറിച്ച് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വരികൾ നിങ്ങൾക്ക് കാണാം. Chapter titled The Believers. From the 12th to the 14th verses, God is said to give a detailed description of how the human being is formed. It begins by saying, "We then placed him as a sperm drop in a place of settlement, firmly fixed. Then we made the drop into a alaqa." We will translate this word very soon. "And then we changed the alaqa into a lump. Then we made out of that lump into bones. And then we clove the bones with flesh. Then we caused him to grow and come into being and attain the definitive human form." In the 21st century, we can now safely say that this verse is clearly describing the process of human development in correct chronological order. However, what we should be paying attention to in particular is the second stage, referring to the development of the embryo. The specific word used to describe the embryo in this verse is the word alaqa. The word alaqa, when translated into English, can mean three separate things. Firstly, a blood clot, or to be suspended, that is to be hanging or clinging to something, or thirdly and finally, a leech. Now, all three definitions don't come anywhere near what we perceive to be the human embryo. So, why are these words used and what significance do they share with the human embryo? Can the embryo be described as a blood clot? Well, what do you think? In the third week of embryonic development,
a tubular heart joins with the blood vessels to form a primordial cardiovascular system, and by the end of the 3rd week, the blood is circulating and the heart begins to beat on day 21. The first thing that comes to mind in regards to being suspended or hanging is the umbilical cord. But we can't use that example because we are simply referring to step 2, before the baby has even formed. But we now know today that the umbilical cord is formed from the connecting stalk. And the connecting stalk is formed as soon as the embryo is formed. The embryo's connecting stalk has even been described by John Allen and Beverly Kramer as an object to suspend the developing embryo in the extra-embryonic column. So an embryo is suspended and does have a strong resemblance with the blood clot. What on earth would an embryo have to do with a leech? Figure A shows the structure of an embryo at 25 days. Figure B shows a leech. Now please note once again that the embryo in this stage is no greater than the size of a kernel of wheat. This is an X-ray of the embryo at 22 days. This is the internal structure of a leech. It's mind-blowing stuff, but you still haven't seen anything yet. This is the head of the embryo at 22 days. The detail you are seeing right now is absolutely impossible to be seen with the human eye and can only be seen with a microscope. This is the back end of a leech. There's no other words used to describe this other than mind-blowing. The pictures we have shown you are impossible to be seen with the human eye or even to be predicted by the human mind. Once again, നമ്മൾ പല പ്രഭാഷണങ്ങളിലും പല ക്ലാസ്സുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നടത്തിയ നുതുഫ, അലക, മുളഗ, അതോടൊപ്പം തന്നെ ഇലാം, ലഹം എന്ന ഓരോ പ്രയോഗങ്ങളും എത്രമേൽ സൂക്ഷ്മതയോടുകൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് എന്ന് നമ്മൾ അറിയാനും പഠിക്കാനും ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വർത്തമാനം പുറത്തു വരും. സുബ്ഹാനല്ലാഹ് എന്ന വർത്തമാനം. സുബ്ഹാനല്ലാഹ് എന്ന വല്ലാത്ത മന്ത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തു വരും. നമ്മെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അങ്ങേയറ്റം നമ്മൾ വിനയാന്വിതരായിത്തീരും. സൂറ മുഅ്മിനൂനിൽ മനുഷ്യൻ്റെ ഈ വ്യത്യസ്ത ഡെവലപ്പിംഗ് സ്റ്റേജുകളെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അള്ളാഹു അനുഗ്രഹീത പൂർണ്ണനാണ്. أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل നമ്മെ സംബന്ധിച്ചിടത്തോളം ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞ പടച്ചറബ് നമുക്ക് പടച്ചറബ് ഔദാര്യമായി തന്ന കണ്ണിനെക്കുറിച്ചും കാതിനെക്കുറിച്ചും ഇടനെഞ്ചിൽ പിടക്കുന്ന ഹൃദയത്തെക്കുറിച്ചും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് നൽകിയ കാതുകൾ കൊണ്ട് കേട്ടു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് നൽകിയ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ചിന്താശേഷിയും യുക്തിഭദ്രതയും കൊണ്ട് വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് യുക്തിബോധമുള്ളവനും ബോധ്യവുമുള്ളവനാകാനും അങ്ങേയറ്റം വിനയാന്വിതരാകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ട ഈ സ്ക്രീനിൽ കണ്ട അള്ളാഹുവിൻ്റെ വരികൾക്ക് മുന്നിൽ അത്ഭുതകരമായ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങളിൽ നിന്ന് നമുക്കറിയാനും മനസ്സിലാക്കാനും കഴിയുന്നൊരു വസ്തുത, ആരാണ് ഞാൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിലെ പരകോടി സൃഷ്ടിവർഗങ്ങളിൽ കേവലം നിസാരനായ ഒരു സൃഷ്ടി മാത്രമാണ് നമ്മൾ. പക്ഷെ അത് തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ട് തരിച്ചു നിന്ന് പോവുകയാണ്. ഇങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഞാൻ എന്ന അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ തലങ്ങളിലേക്ക് നമുക്ക് പോയി പോകാൻ കഴിയുക? ഒരിക്കലുമില്ല. ആരാണെന്ന ഞാൻ ആരെന്ന ചോദ്യത്തിന് ഈ മഹാപ്രപഞ്ചത്തിലെ പരകോടി സൃഷ്ടിവർഗങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിവർഗങ്ങളിലെ ഒരു നിസാരം ഒരു സൃഷ്ടിവർഗം മാത്രമാണെന്നുള്ള ആഴത്തിലുള്ള ബോധവും ബോധ്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമുക്ക് ചുറ്റും ഒരുപാട് സൃഷ്ടിവർഗങ്ങൾ, ആ സൃഷ്ടിവർഗങ്ങൾക്കൊക്കെ പടച്ചറബ് അത്ഭുതകരമായ മാർഗദർശനം നൽകിയിട്ടുണ്ട്. കടലുള്ള മത്സ്യങ്ങളും
കടലിൻ്റെ അടിത്തട്ടിൽ ഇന്നേ വരെ നമ്മൾ കാണാത്തൊരു അത്ഭുത ലോകത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കടലാകട്ടെ, കരയിലാകട്ടെ, ഇനി ആകാശലോകത്ത് വട്ടമുട്ട് പറക്കുന്ന പറവകളാകട്ടെ, ഓരോന്നും അത്ഭുതമാണ്. അവക്ക് അള്ളാഹു നൽകുന്ന ഉപജീവനം, അവയുടെ യാത്ര, അവയുടെ ഇരതേടൽ, അവ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ, സമീപനങ്ങൾ. നാർസിൻ ടോർപ്പിഡോ വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങൾ സ്വന്തം ശരീരത്തിൽ നിന്നാണ് വൈദ്യുതി ഉപയോഗിച്ചിട്ട് അവ ഇരതേടാറ്. ആ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് അവർ സ്വന്തത്തെ രക്ഷിക്കാറ്. ആക്രമണങ്ങളിൽ നിന്ന്, തന്നെ ആക്രമിക്കാൻ കടന്നു വരുന്നവയിൽ നിന്ന് തൻ്റെ സുരക്ഷിതത്വം നിലനിർത്തുന്നത് അവയുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പറയുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ്. ഓരോന്നും അങ്ങനെയാണ്. ലോകത്ത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സകലതിനും അള്ളാഹു കൃത്യമായൊരു മാർഗദർശനം നൽകിയിട്ടുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഘടനയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട നമുക്കും അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം കൂടിയേ തീരൂ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ആരാണ് എന്ന് നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നു. മൂന്നാമത് എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അതെ, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ലോകത്തെ സകല ജന്തുജീവവർഗങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബ് അവക്ക് കൃത്യമായ വഴിമാർഗം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ അവൻ്റെ സമ്മാനമാണ് മനുഷ്യരായ നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കണമെന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ, നമ്മുടെ ഉപ്പാനെ, നമ്മുടെ ഉമ്മാനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കുമ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ആ മാർഗദർശനം മുറുകെ പിടിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പിന്നെ ഭയക്കേണ്ടി വരില്ല, പിന്നെ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഒരിക്കലും നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല, ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. പക്ഷേ എൻ്റെ ഹുദ തള്ളിക്കളഞ്ഞാൽ, എന്നിൽ നിന്നുള്ള മാർഗദർശനത്തെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രക്ഷ നേടുക സാധ്യമല്ല. അതുകൊണ്ട് ആദം ദമ്പതികൾക്ക്, നമ്മുടെ ഉപ്പാക്കും ഉമ്മാനോടും അള്ളാഹു പറഞ്ഞ വർത്തമാനം അള്ളാഹുവിൻ്റെ ഹുദ മുറുകെ പിടിക്കാനാണ്. ഖുലിന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, ദൈവികമായ മാർഗദർശനമാണ് ശരിയായ ചൊവ്വായ മാർഗദർശനം. ആ ദൈവികമായ മാർഗദർശനം അനുസരിച്ചാണ് ലോകത്തെ സർവ്വവും അത്ഭുതകരമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന ചോദ്യത്തിനും അള്ളാഹുവിൻ്റെ മാർഗദർശനം അനുസരിച്ച് കൊണ്ടാകണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും തോന്നലുകൾക്കും ചിന്തകളുടെയും പിന്നാലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള ദുരന്തത്തിലേക്കാണ് പോവുക. അത്തരം ദുരന്ത കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തളരാതെ, പതറിപ്പോകാതെ, നിരാശ ബാധിക്കാതെ, സങ്കടപ്പെടാതെ, എല്ലാ അർത്ഥത്തിലും ജീവിതം നശിച്ചുപോയി എന്ന വികല ചിന്തകളിലേക്ക് പോകാതെ അഭിമാനത്തോടെ, ഇസ്സത്തോടെ നമുക്ക് ചുവടുകൾ മുന്നോട്ട് വെക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹുദയിലേക്ക് നമ്മൾ തിരിച്ചു വന്നേ മതിയാവും. എങ്ങനെ ജീവിക്കണമെന്ന ചോദ്യത്തിന് അതെ, ഈ മാർഗദർശനവുമായി കടന്നു വന്ന അമ്പിയാക്കളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തി നിൽക്കുന്ന നീണ്ട പ്രവാചക ശൃംഖല. അവരൊക്കെ ഈ ഹുദയുമായി കടന്നു വന്നവരാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് പടച്ചറബ് നൽകിയ ഹുദയുമായി കൊണ്ടാണ് ഇസ്രായേൽ സമൂഹത്തിലേക്ക് അദ്ദേഹം നിയോഗിതനായത്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ആ ഹുദയുമായി കൊണ്ടാണ് ഊർ പട്ടണത്തിലേക്ക് കടന്നു ചെന്നത്. അതേ ഹുദയുമായി കൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ ഫലസ്തീനിലെ ഹെബ്രോണിലേക്ക് കടന്നു വന്നത്. ഇന്ന് അൽ ഖലീൽ എന്നാണ് ഹെബ്രോണിൻ്റെ പേര്. അവിടുത്തെ വർത്തമാനങ്ങളും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക ചിത്രങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. എന്തായിരുന്നാലും അവരെല്ലാം ഈ ഹുദയുമായി കടന്നു ചെന്നവരാണ്. അതേ ഹുദയുമായി കൊണ്ടാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വന്നത്. അതേ ഹുദയുമായി കൊണ്ടാണ് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലെടുത്ത് വെച്ചത്. ആ ഹുദയാണ് ഇന്നിതാ ഈ കോഴിക്കോട്ടിലെ ഒരു കൺവെൻഷൻ സെന്ററിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മുന്നിൽ, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ ഹുദയാണ് തിളക്കത്തോടെ ജ്വലിച്ചു നിൽക്കുന്നത്. ആ ഹുദ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമിതാ ശരിയായ ചൊവ്വായ വഴിയിലേക്ക് വഴിമാർഗദർശനം നൽകുന്ന അള്ളാഹുവിൻ്റെ ഹുദ ഇതാണ്, വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ പ്രായോഗിക ജീവിത മാതൃകയാണ്
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അള്ളാഹുവിൻ്റെ ഹുദയനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന്, ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തരികയാണ്. നിസാരമെന്ന് നമ്മൾ കരുതുന്ന ഒന്ന് പുഞ്ചിരിക്കുന്ന വിഷയത്തിൽ പോലും, ചെരുപ്പിടുന്ന ഒരു വിഷയത്തിൽ പോലും, ടോയ്ലറ്റിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഏത് കാല് വെക്കണം എന്ന കാര്യത്തിൽ പോലും, ചെറിയ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ പോലും, മുതിർന്നവരെ എങ്ങനെ പരിഗണിക്കണം എന്ന കാര്യത്തിൽ പോലും, സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തിൽ പോലും, എന്തിനേറെ ഒന്ന് മുടി ചീവുമ്പോൾ ഏതു ഭാഗത്തെ, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോൾ വലതിനാണോ ഇടതിനാണോ മുൻഗണന നൽകേണ്ടത് എന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഹജ്ജ് എന്ന് പറഞ്ഞൊന്ന് തുമ്മിപ്പോകുമ്പോൾ പോലും നമ്മൾ എന്താകണം, എങ്ങനെയാകണം എന്നുവരെ പഠിപ്പിക്കുകയാണല്ലോ ആ ഉന്നതമായ ജീവിതം. ഇത്രമേൽ തിളക്കമുള്ള, ഇത്രമേൽ പരിപൂർണമായ, ഇത്രമേൽ തികവുള്ള ഒരു ജീവിതത്തെ, ഒരു ജീവിത മാതൃകയെ ലോകത്തെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലല്ലാതെ ലോകത്തെ ഏത് മനുഷ്യരുടെ ജീവിതത്തിലുണ്ട് ഇത്രമേൽ ഹുദ തിളങ്ങി നിൽക്കുന്നൊരു ജീവിതം? ആ ഹുദയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരൽ ചൂണ്ടുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അനുപമമായ മാതൃകയാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉള്ളത്. നിങ്ങളുടെ നടപ്പിൽ, ഇരിപ്പിൽ, വർത്തമാനത്തിൽ, നിങ്ങളുടെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് തുടങ്ങി നിങ്ങൾ ഒന്ന് ചിരിക്കുമ്പോൾ പോലും, നിങ്ങളൊന്ന് തുമ്മുമ്പോൾ പോലും, നിങ്ങളൊരു ചെരുപ്പിടുന്ന വിഷയത്തിലാണെങ്കിൽ പോലും സകല ഇടങ്ങളിൽ, സകല മേഖലകളിൽ ഇത്രമേൽ തിളക്കമുള്ളൊരു ഹുദ നിങ്ങൾക്ക് മറ്റെവിടെയുമില്ല. അത് എൻ്റെ പ്രിയപ്പെട്ടവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പകർന്നു നൽകിയ ഹുദയെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വലത് കൈയിൽ അള്ളാഹുവിൻ്റെ ഹുദയായ ഖുർആൻ ഉണ്ടാകണം. അതിൻ്റെ പ്രായോഗിക ജീവിത മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ ജീവിതം ഉണ്ടാകണം. ഇടത് കൈയിൽ ഹദീസുകൾ ഉണ്ടാകണം, മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടാകണം. വലത് കൈയിൽ പടച്ചറബിൻ്റെ ഗ്രന്ഥമുണ്ടാകണം. ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടാണ് ISM അല്ലെങ്കിൽ പ്രൊഫെക്സലിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ദീൻ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ദീൻ ലോകത്തിൻ്റെ മുന്നിൽ പകർന്നു നൽകണമെന്ന് ആഗ്രഹിക്കുന്ന, ലോകത്തിൻ്റെ മുന്നിൽ ഇസ്സത്തോടെ, അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ കയ്യിലുള്ള ഹുദ. അത് മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അത് മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഏതേത് പ്രതിസന്ധികളിലും, ഏതേത് പ്രശ്നങ്ങളിലും തളരാതെ, തകരാതെ, പതറാതെ പിടിച്ചു നിൽക്കാൻ ഈ ഹുദ നമുക്ക് സഹായകമാകും. നമ്മുടെ ഉപ്പാനോടും ഉമ്മാനോടും അള്ളാഹ് പറഞ്ഞതുപോലെ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നത് അള്ളാഹുവിൻ്റെ വെറും വർത്തമാനമല്ല, വെറും വാക്കല്ല. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചറബിൻ്റെ വർത്തമാനമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കലാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നമ്മൾ അള്ളാഹ് സൃഷ്ടിച്ചത്. അത് നമ്മൾ ചെയ്തേ മതിയാവും, വേറെന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് ഒരുപാട് ബിരുദവും, ബിരുദാനന്തര ബിരുദവും, മാസ്റ്റർ ബിരുദവും, ഒരുപാട് മേഖലകളിൽ ഒരുപാട് തിസീസുകൾ സമർപ്പിച്ചതിൻ്റെ ഡോക്ടറേറ്റുകളും ഒക്കെ നമുക്കുണ്ടാകും. നമ്മൾ ഭൗതികമായ വിവരങ്ങളിലും അറിവുകളിലും വമ്പന്മാരും പ്രാവീണ്യമുള്ളവരും സിദ്ധവൈഭവമുള്ള ബുദ്ധിജീവികളും ബുദ്ധിരാക്ഷസാന്മാരും ഒക്കെയാണ്. പക്ഷേ നമ്മളെ അള്ളാഹ് സൃഷ്ടിച്ചത് നമ്മുടെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാനാണ്. ആ പർപ്പസിലേക്ക്, ആ ദൗത്യത്തിലേക്ക്, ആ യാഥാർത്ഥ്യത്തിലേക്ക്, ആ വസ്തുതയിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ, നമ്മൾ അവിടെ ഒതുങ്ങുന്നില്ലെങ്കിൽ, എത്രമേൽ വിവരങ്ങളും അറിവുകളും കഴിവും സൗഭാഗ്യങ്ങളും വിഭവങ്ങളും ഉണ്ടെങ്കിലും ശരി, ഫലശൂന്യമാണ് എന്നതാണ് വർത്തമാനം. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലയിൽ, ഈ തൗഹീദിൽ ഒരർത്ഥത്തിലുള്ള ഇളക്കവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു അതാണ് ഓർമ്മപ്പെടുത്തിയത് ശക്തമായ ഭാഷയിൽ. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. എത്ര ശക്തമാണ് ആയത്തുകൾ! നിന്നിലെങ്ങാനും ശിർക്ക് വന്നാൽ, നിന്റെ തൗഹീദിൽ, നിന്റെ വിശ്വാസത്തിൽ, നിന്റെ അഖീദയിൽ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ, അദ്വിതീയതയിൽ, നാമഗുണവിശേഷണങ്ങളിൽ ഷിർക്കിൻ്റെ സ്പർശമുണ്ടായാൽ നിന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും റസൂലേ എന്ന് അള്ളാഹിൻ്റെ റസൂലിനോടാണ് അള്ളാഹ് പറയണത്. അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് അള്ളാഹ് പറയണത് അത്രയും ശക്തമായ ഭാഷയിൽ. അതുകൊണ്ട് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലയിൽ പതർച്ച ഉണ്ടാവാൻ പാടില്ല.
ഇളക്കണ്ടാവാൻ പാടില്ല, എക്കാശക്കുണ്ടാകാൻ പാടില്ല. ഉറച്ചു നിൽക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. മുഹമ്മദ് റസൂലുള്ളാഹിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് ആരാണ് ഞാനെന്ന ചോദ്യത്തിന് ഈ മഹാപ്രപഞ്ചത്തിലെ പരകോടി സൃഷ്ടികളിൽ നിസാരം ഒരു സൃഷ്ടി മാത്രം. പക്ഷെ നമ്മളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ട് നമ്മൾ തരിച്ചു നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ച പടച്ചറബ് അവൻ്റെ അത്ഭുതകരമായ സൗഭാഗ്യങ്ങളാണ് നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ചുറ്റുമുള്ള ജന്തുജീവ വർഗ്ഗങ്ങൾക്ക് മാർഗദർശനം നൽകിയ പടച്ചറബിൻ്റെ അതേ ഹുദ വേണം നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊന്നും തുമ്മുമ്പോൾ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ A to Z തലങ്ങളിലും ആ ഹുദ ഉണ്ടായേ മതിയാവൂ. ആ ഹുദയുടെ മർമ്മവും ആത്മാവും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിൻ്റെ പ്രകടനമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെയെങ്കിൽ സ്വർഗ കവാടം നമുക്കായി തുറക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നാളെയുടെ ലോകത്ത് മോക്ഷം സാധ്യമാവുക എന്നതാണ്. സ്വർഗ കവാടങ്ങൾ നമുക്കായി തുറക്കപ്പെടുക എന്നതാണ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മെ വല്ലാതെ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിച്ച, നമ്മെ ഏറ്റവും നല്ല രീതിയിൽ വാർത്തെടുത്ത നമ്മുടെ റബ്ബിനെ കാണാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് സാധ്യമാവുക എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നാളെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ പറ്റും. സഹാബത്ത് ചോദിച്ചു, നബിയെ ശരിക്കും അള്ളാഹിനെ കാണാൻ പറ്റുമോ? എന്തായിരിക്കും ആ ചോദ്യം? ആ സംസാരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പടച്ചോനെ കാണാൻ പറ്റുമോ? ആ, കാണാൻ പറ്റും. പൗർണമി രാവിലെ മേഘക്കെട്ടുകളില്ലാത്ത തിളക്കമുള്ള അല്ലെങ്കിൽ നിറഞ്ഞ ശാന്തമായ ആകാശത്ത് എത്രമേൽ തിളക്കത്തോടെ നമ്മൾ നക്ഷത്രങ്ങളെ കാണാറുണ്ട്. അതിനേക്കാൾ പരിപൂർണതയോടെ ഒരു തടസ്സമില്ലാതെ, ഒരു തടസ്സമില്ലാതെ അള്ളാഹുവിനെ നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ സഹാബത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. സന്തോഷം കൊണ്ട് ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട്. അള്ളാഹു പറഞ്ഞു, ഇല റബ്ബിഹ നാദിറ, അള്ളാഹനെങ്ങനെ നോക്കി നിൽക്കുമെന്നാണ് സ്വർഗാവകാശികൾ. ഇങ്ങനെ ഇന്ന് വരെ കാണാത്ത അത്ഭുത കാഴ്ചയായിരിക്കും അത് സ്വർഗാവകാശികൾക്ക് മാത്രം സൗഭാഗ്യം ലഭിക്കുന്ന വല്ലാത്ത അനുഗ്രഹമാണ് അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം. അതെ, അത് നമുക്ക് സാധ്യമാകണം. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയവനാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകും. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ കൈപിടിച്ച്, നബിയുടെ ചാരത്ത്, നബിയോട് തൊട്ടൊരുമി ഇരുന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗീയ സൗഭാഗ്യം സാധ്യമാവുക എന്നത്, അതിനേക്കാൾ വലിയ ജീവിത ലക്ഷ്യം മറ്റെന്താണുള്ളത്? അതുകൊണ്ട് പ്രോഫ്കോൺ ഇതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്, നമ്മുടെ റബ്ബിലേക്ക്, അവനെ കാണുക എന്ന മഹാസൗഭാഗ്യത്തിലേക്ക്. അള്ളാഹുവിൻ്റെ റസൂലിനെ നമുക്ക് പരിചയപ്പെടുത്തിയ മുത്ത് റസൂൽ നമുക്ക് സന്തോഷ വർത്തമാനം അറിയിച്ച സ്വർഗത്തിലേക്ക്, ആ റസൂലുള്ളാഹിൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാം, ആസ്വദിക്കാം. അപ്പുറത്ത് അള്ളാഹുവിൻ്റെ ശാപതാപ കോപങ്ങളുടെ കേദാരമായ നരകത്തിന് രക്ഷപ്പെടാനുള്ള വഴിമാർഗത്തിലേക്ക് വഴി തെളിയിക്കുകയാണ് ISM, ഇസ്ലാഹി പ്രസ്ഥാനം, MSM, KNM, MGM. ഈ കൂട്ടായ്മകൾ നമുക്ക് നടന്നെടുക്കാം. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ഈ തൗഹീദി ആദർശത്തിൻ്റെ വഴിയിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമിനായ നാഥ, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള തിരിച്ചറിവും ബോധവും ബോധ്യവും ഉള്ളവരായി, നിന്നെക്കുറിച്ച് അറിയുന്തോറും അങ്ങേയറ്റം വിനയാന്വിതരായി, നിൻ്റെ മുന്നിൽ ഒതുങ്ങിക്കൂടുന്നവരായി, ഒരർത്ഥത്തിലും അഹങ്കാരത്തിൻ്റെ സ്പർശമില്ലാതെ അങ്ങേയറ്റം വിനയാന്വിതരായി ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഞങ്ങളെ നീ നിലനിർത്തണേ നാഥ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വരും തലമുറയെയും ലോകാവസാനം വരേക്കുമുള്ള ഞങ്ങളുടെ പിൻതലമുറയെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉറപ്പിക്കണേ റഹ്മാനെ. മുഹമ്മദ് റസൂലുള്ളാഹി അവർക്ക് പ്രിയപ്പെട്ടതാക്കണേ റഹ്മാനെ. ആ ഒരു അർത്ഥത്തിലുള്ള മഹാസൗഭാഗ്യം നൽകി നീ ഞങ്ങളെ, ഞങ്ങളുടെ വേരുകളെ, ഞങ്ങളുടെ പിൻതലമുറയെ, ഞങ്ങളുടെ അനന്തരാവകാശികളെ, ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.